ചേട്ടാ നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ് ഞങ്ങള് ലിവിംഗ് ടുഗദറായിട്ട് കഴിയുന്നത്. പിന്നെ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീയല്ലേ 2020? അതെ ഡിവോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാറ്. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം എന്നോട്. അതെ, ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. കള്ളം, പച്ചക്കള്ളം. ചേച്ചി നട്ടാ കുരുക്കാത്ത നുണ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നതെന്ന് ആലോചിക്കുക. ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ തൊട്ടിപ്പുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ എന്തിനു തന്നെ ആയിരുന്നാലും ചേച്ചി മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 16 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിച്ചി ചീന്തിയതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു നരാധമന് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും? ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. ഈ കുട്ടിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. അത് കൊട്ടിയടയ്ക്കാൻ വക്കീലെന്നല്ല നിങ്ങളെന്നല്ല ആരെന്ത് സംസാരിച്ചാലും തെളിവോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. ഇതിൽ പറയുന്ന നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് എടുത്തു പറയുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ ഇസാ ജോസഫ് എന്നിലോട്ട് നിങ്ങൾ പരമായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാൾ കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിംഗ് ടുഗദർ പാർട്ട്ണർ. അയാൾ എവിടെയാണ്, എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തെളിവുണ്ട്. അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ സംഭവം ഇല്ലേ? ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, റൈച്ചേട്ടാണോ? ചേട്ടാ നമസ്കാരം, എന്റെ പേര് ജെറിനാണ്. വിളിച്ചു വരുന്നല്ല, ഞാൻ വിളിക്കുന്നത് നമ്മൾ കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു വരുന്നില്ല ചേട്ടാ, നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ് ഞങ്ങള് ലിവിംഗ് ടുഗദറായിട്ട് കഴിയുന്നത്. പിന്നെ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീയല്ലേ 2020? അതെ ഡിവോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാറ്. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം എന്നോട്. അപ്പൊ അതാണ് 4 കൊല്ലമായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുന്ന ചേച്ചിയുടെ കുമ്പിടിയാണോ ഈ അവിടെയും ഇവിടെ ഒരുപോലെ താമസിക്കാൻ? എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കുടുംബമില്ല, അത്രേ ഉള്ളൂ ഒരു കാര്യം. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ആയിരക്കണക്കിന് വേദികളിലൊക്കെ നന്മ പ്രസംഗിച്ച ഒരു മനുഷ്യൻ ഇന്നെവിടെയാണ്? ഇന്ന് ഇരുമ്പഴിക്കുള്ളിലാണല്ലേ. ഫിലിപ്പ് മമ്പാട് എല്ലാവർക്കും അറിയാം. ഇതിനോടകം തന്നെ നല്ല രീതിയിൽ പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തി. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതിന് 10 മടങ്ങ് ഒരു പ്രശസ്തി ഇപ്പൊ അദ്ദേഹം നേടിയിട്ടുണ്ട്. പ്രശസ്തിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു ചർച്ചാ വിഷയം, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഫിലിപ്പ് മമ്പാട് എന്ന വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റിന് ശേഷം അരങ്ങേറുന്ന വിചിത്രമായിട്ടുള്ള ചില കുടുംബ നാടകങ്ങളെ കുറിച്ചാണ്. ഒരു വശത്ത് പീഡിപ്പിക്കപ്പെട്ട 16 വയസ്സുകാരുടെ നിലവിളി, മറുവശത്താണെങ്കിലോ എന്റെ അച്ഛൻ പാവമാണ് എന്ന് പറയുന്ന മകളും ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് അവകാശപ്പെടുന്ന ഭാര്യയും. ഈ ഒരു സ്നേഹപ്രകടനത്തിന് പിന്നിൽ വലിയൊരു ചതികുഴിയുണ്ടോ എന്നാണ് സംശയം. വിവാഹമോചനവും അതുപോലെ 15 ലക്ഷം രൂപയുടെ ഇടപാടൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇവർ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഒരുപാട് പൊരുത്തക്കേടുകൾ തന്നെയാണ് ഇതിനോടകം കാണുന്നത്. ഫിലിപ്പിന്റെ മുൻ ഭാര്യ ഡോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്താണ്? 23 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് ആ ഒരു ലോജിക്ക് തകരുന്നത്. മിക്കവാറും ഇത് ഡോളിക്ക് തന്നെ ഒരു പണിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഇവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടി താമസിക്കാൻ വരുന്നു. ആ കുട്ടിയെയും കൊണ്ട് വീട്ടിലെ പുരുഷൻ മാതാപിതാക്കളുടെ അറിവില്ലാതെ മറ്റൊരു ജില്ലയിലെ ലോഡ്ജിലും പോകുന്നു. വീട്ടിലെ ഒരു മുതിർന്ന സ്ത്രീ ഉണ്ടായിരിക്കെ ഇതെല്ലാം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടാണ്. ഒന്നുകിൽ ഡോളിയും ഫിലിപ്പും തമ്മിൽ വർഷങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾക്ക് ഇവരും സാക്ഷിയാണ്. ഇതിലെ ഏതാണ് സത്യം? ഇനി അടുത്തൊരു കാര്യമാണ് 15 ലക്ഷത്തിന്റെ ഒരു സെറ്റിൽമെന്റ് രഹസ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ബിഗ് ബോസ് താരമായിട്ടുള്ള സായി കൃഷ്ണയും അതുപോലെ സെബാസ്റ്റ്യൻ വർക്കിയും ഉന്നയിക്കുന്ന ഒരു ആരോപണം പ്രസക്തമാകുന്നത്. ഫിലിപ്പും ഡോളിയും 2020 മുതൽ വേർപിരിഞ്ഞു കഴിയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവര് നിയമപരമായിട്ട് വിവാഹമോചനം നേടുകയും ചെയ്തു. ഇതാണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു ഫിലിപ്പ് പോലീസ് ജോലിയിൽ നിന്ന് ഈ ഒരു VRS എടുത്തത് തന്നെ ഡോളിക്ക് നൽകാനുള്ള 15 ലക്ഷം രൂപയുടെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടായിരുന്നു. വിവാഹമോചനം കഴിഞ്ഞ് പണവും വാങ്ങി പിരിഞ്ഞു പോയ ഒരാള് പെട്ടെന്ന് ഒരു പോക്സോ കേസ് വരുമ്പോൾ തിരിച്ചു വന്ന് ഭാര്യ എന്ന ലേബലിൽ സംസാരിക്കുന്നത് എന്തിനായിരിക്കും? ഇത് വെറും ഒരു സ്നേഹം മാത്രമാണോ, അതോ ആ ഒരു 15 ലക്ഷം രൂപ വാങ്ങുമ്പോൾ അവിടെ ഉണ്ടാക്കിയ ഒരു ഏതെങ്കിലും കരാറിന്റെ എന്തെങ്കിലും ഒരു ഭാഗമാണോ എന്നുള്ളത്? ഈ ചോദ്യം പോലീസ് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഈ കുടുംബത്തെ ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കിയതിന് പിന്നിൽ തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ എടുത്തു പറയുകയാണെങ്കിൽ വൈറ്റ് വാഷിംഗ് എന്ന് നമുക്ക് വിളിക്കാം. ഒരു വലിയ കുറ്റവാളി പിടിക്കപ്പെടുമ്പോൾ അയാളുടെ നിഷ്കളങ്കതയെ മക്കളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി കരയിപ്പിക്കുക,
അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ ഒരു ചിന്ത വരും, ഇത്രയും നല്ല മക്കളുള്ള ഒരു അച്ഛൻ എങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. ഈ സഹതാപം ഉപയോഗിച്ച് പീഡനത്തിനിരയായ കുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മകളുടെ കണ്ണുനീര് ഒരു പരിചയമാക്കി വേട്ടക്കാരനെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു തന്ത്രമാണിത്. ഇത് മാത്രമല്ല, ബിസിനസ്സിലെ ദുരൂഹതകളെ കുറിച്ചും ആലപ്പി അഷ്റഫിന്റെ പ്രതികരണവും വളരെ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഡോളിയുടെ ബിസിനസ്സുകളെ കുറിച്ച് സെബാസ്റ്റ്യൻ വർക്കി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. മറ്റൊരു പുരുഷന്റെ ജീവിതം തകർത്തിട്ടാണ് ഇവർ ഈ നാടകം കളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സംവിധായകനായിട്ടുള്ള ആലപ്പി അഷ്റഫ് പറഞ്ഞതുപോലെ തന്നെ വെറുതെയല്ല ഭാര്യ പോലുള്ള ഷോകളിൽ നമ്മൾ കണ്ട ആ ഒരു മാതൃകാ ദമ്പതികൾ വെറും പുകമറയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി കെട്ടിപ്പൊക്കിയ അതൊരു സ്ക്രിപ്റ്റഡ് ജീവിതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണിപ്പോൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഇത്തരം കേസുകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ. നന്മയുടെ മുഖംമൂടി അണിഞ്ഞു വരുന്നവർക്ക് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു കാര്യം. അതായത് ഒരാൾ നല്ലൊരു അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു മോട്ടിവേറ്ററും ആയിരിക്കാം, പക്ഷെ അതിനർത്ഥം അയാൾക്ക് എന്ത് ക്രൂരതയും ചെയ്യാം എന്നല്ല. സ്വന്തം അച്ഛനെ സംരക്ഷിക്കാൻ ഒരു മകൾ നടത്തുന്ന ആ ശ്രമങ്ങളെ മാനിക്കുമ്പോൾ ജീവിതം തകർന്നു പോയ ആ ഒരു 16 വയസ്സുകാരിയുടെ അച്ഛന്റെ വേദന കൂടി നമ്മൾ കാണണം. പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിക്ക് നീതി ലഭിക്കണം. എന്തായാലും ഈ ഒരു കേസ് വെറും ഒരു ക്രിമിനൽ വാർത്തയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. നമ്മുടെ മാറുന്ന സാമൂഹിക മൂല്യങ്ങളുടെയും സോഷ്യൽ മീഡിയ കെട്ടിപ്പൊക്കുന്ന പൊള്ളയായിട്ടുള്ള ബിംബങ്ങളുടെ ഒരു നേർചിത്രമാണിത്. നമ്മുടെ സമൂഹം പലപ്പോഴും വ്യക്തികളെ അവരുടെ വാക്കുകൾ കേട്ട് ആരാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഭാഷയിൽ നന്മ പ്രസംഗിക്കുന്നവർക്കെല്ലാം വിശുദ്ധ പരിവേഷം നൽകുന്നു. എന്നാൽ ഈ പ്രസംഗിക്കുന്ന നന്മ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അതായത് തിളങ്ങുന്ന ഒരു പാത്രത്തിന്റെ ഉൾവശം തുരുമ്പിച്ചതാണോ എന്ന് നമ്മൾ നോക്കാത്തത് പോലെയാണിത്. ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷൻ സ്പീക്കർക്ക് പിന്നാലെ പോയവർക്കും ഈ ഒരു അറസ്റ്റ് ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ്. അതുപോലെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ കുടുംബത്തെ മുൻനിർത്തുന്ന തന്ത്രം ലജ്ജാകരമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വൈറ്റ് വാഷിംഗ് എന്നുള്ള പ്രക്രിയ തന്നെയാണ്. പ്രതിയുടെ മകളുടെ കണ്ണുനീരും ഭാര്യയുടെ ന്യായീകരണവും സമൂഹത്തിന് മുന്നിൽ വിളമ്പുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ഇരയായ ആ 16 വയസ്സുകാരിയെ നമ്മൾ മറന്നുപോകുന്നു. ഇവിടെ ഒരു മകളുടെ അച്ഛൻ എന്ന നിലയിൽ അയാൾ നല്ലവനായിരിക്കാം, പക്ഷെ ഒരു കുഞ്ഞിന്റെ വേട്ടക്കാരൻ എന്ന നിലയിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സ് രക്ഷിക്കാൻ ഒരു ഇരയെ വീണ്ടും ക്രൂശിക്കുന്നത് നീതികേട് തന്നെയാണ്. എന്നാലും ഇത്തരം റിയാലിറ്റി ഷോകളിലും അതുപോലെ ഫേസ്ബുക്കിലും നമ്മൾ കാണുന്ന ഈ ഒരു മാതൃകാ ദമ്പതികൾ വെറും തിരക്കഥകളാണ് എന്ന് ആലപ്പി അഷ്റഫിനെ പോലുള്ളവർ പറയുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം. ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു മറയാണ്. വിവാഹമോചനം കഴിഞ്ഞിട്ടും പണത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചു നിൽക്കുന്ന ഇത്തരം ബന്ധങ്ങൾ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതുപോലെ സുഹൃത്തുക്കളെ, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അതായത് മോട്ടിവേഷൻ എന്ന പേരിലോ കൗൺസിലിംഗ് എന്ന പേരിലോ വരുന്ന ആരുടെയും കൈകളിൽ നമ്മുടെ കുട്ടികളെ അന്ധമായി വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. മുഖംമൂടികളെ നമ്മൾ തിരിച്ചറിയണം. നാവിലെ നന്മയല്ല, ഒരാളുടെ പ്രവൃത്തിയിലെ സത്യസന്ധതയാണ് പ്രധാനം. അതുപോലെ കുടുംബത്തിന്റെ ഈ ഒരു വൈകാരിക പ്രകടനങ്ങളിൽ വീണു പോകാതെ നീതി കിട്ടേണ്ട ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ നമുക്കും കഴിയണം. വേട്ടക്കാരന്റെ പദവിയോ പ്രശസ്തിയോ നോക്കാതെ ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നിയമം എന്തായാലും അതിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ, സത്യം ചെയ്യിക്കട്ടെ. ആ 16 വയസ്സുകാരിയുടെ കണ്ണുനീരിന് ഈ ലോകത്തെ എല്ലാ മോട്ടിവേഷൻ പ്രസംഗങ്ങളെക്കാളും വിലയുണ്ട്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.